ഞാൻ തരാം. തന്നേ പറ്റൂ, തരാതിരിക്കാൻ പറ്റത്തില്ല. എടാ ഇപ്പൊ നീ എന്തായാലും കൊണ്ടുവിടാതെ ചെയ്ത് നോക്കില്ല, ഒരെണ്ണം കൊണ്ടിട്ട് ചെയ്ത് നോക്കിയല്ലോ. വേണ്ട, നിങ്ങൾക്ക് നിങ്ങൾ ഡെലിവറി ഇതും കാര്യങ്ങളെ ഞാൻ എനിക്ക് ആ സുഖം വേണ്ട, എനിക്ക് ഈ സുഖം വേണ്ട. ഡയറക്റ്റ് കയറുന്നതിന്റെ സുഖം അത് വേറൊന്നാണ്. ഞാൻ മക്കളൊന്നും ഇല്ലാത്തപ്പോ ഇങ്ങോട്ട് വന്നാ മതി. ഇന്നുണ്ടോ അവര്? ഇതല്ലേ ഇന്ന് ഞാൻ വേദന നടക്കത്തില്ല, എനിക്ക് ആർക്കും ഒരു പരിപാടി. അവര് എന്റെ വീട്ടിലുണ്ടടാ. ഈ രാത്രി വരുന്ന ബിസ്കൈത്ത ശരിയാകത്തില്ല. ആരെങ്കിലും കണ്ടപ്പോ പകലൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും അവിടെ കയറി വരുന്നുണ്ട്, അത് പ്രശ്നമില്ല. ഇത് പിള്ളേർക്ക് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് പിള്ളേരങ്ങ് പോകത്തില്ലേ, അപ്പൊ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരാം രാവിലെ. അതേ നടക്കും. രാത്രി പകലാണെങ്കിൽ കുഴപ്പമില്ല. ചുമ്മാതെ എന്തിനാ ഇത്തേക്കൊരു പേദോഷം വരുന്നു? ചുമ്മാതെ ഇത്തേക്ക് എന്തിനാ ഒരു പേദോഷം വരുന്നേ? ഒന്നാതെ നമ്മുടെ ആ പോസ്റ്റൊക്കെ ഇട്ട് ഇരിക്കുന്ന സ്ഥലത്ത് അഭിലാഷിനെ അറിയത്തില്ല ഇത്തേക്ക്. അവന്മാർക്ക് ഇത്തരത്തിലൊരു ഒരു നോട്ടമുണ്ട്. അവന്മാര് ഇത്തെ പറ്റി മോശം ഇങ്ങനെ പറയുന്ന കേക്കാം. അതെന്തൊരു കാര്യമുണ്ട്. ഞാനൊരു ദിവസം തുണി വരുന്നപ്പം തുണി ഇപ്പി പിഴിഞ്ഞോണ്ടിരിക്കായിരുന്നു ഇങ്ങനെ കുരുങ്ങുന്നത്. അപ്പൊ ഞാൻ അകത്ത് ചൂട് സമയത്ത് ഞാൻ സത്യം പറഞ്ഞ അകത്ത് പ്രായമൊന്നും ഇട്ടില്ല. അങ്ങനെ ഞാൻ സംഭവം അത് ഇതാക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞിനെ കഴുകിക്കൊണ്ട് നിന്നപ്പോ ഇവ അതിലെ കൂടെ പത്രം ഇടാനായിട്ട് പോയി. പത്രം ഇടാൻ പോയപ്പോ എന്തുവാ ഇവ സംഭവം എല്ലാം കണ്ടോണ്ടാ പോയത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മളവിടെ വന്നിരിക്കുമ്പോ പറയുന്ന ആരുകള് ചരക്കാനും എന്ന് പറയുന്ന. അവ മാത്രമല്ല മിക്കമാരും അടുത്ത് പറയുന്നേക്കാം. അതായത് മിക്ക അവർക്കുള്ള പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഇത്ര പറയുന്നേക്കാം. നിങ്ങള് നിങ്ങളുടെ ഭർത്താവ് വീട്ടിലൊക്കെ ആയതുകൊണ്ട് സീനില്ല, പെട്ടെന്ന് വളയും എന്നൊക്കെ പറയുന്നേക്കാം. ഞാൻ തന്നെ ഇത് വളർത്തിട്ടൊക്കെ എത്ര മാസം പിടിച്ചിട്ടാണ് എനിക്കല്ലേ അറിയാം. അത് അയൽവക്കത്തെ അതൊക്കെയാണ് അവന്മാര്. പക്ഷെ നമുക്കൊന്ന് എന്നൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് മനസ്സിലായില്ലേ? ഇത് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും അഭിലാഷ കുത്തിയിരുന്ന് നോക്കുന്നതാണെന്നൊക്കെ. നോക്കുന്നിട്ട് എന്ത് പറയാൻ ഇത് തന്നെ പറയുന്നത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, അവ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടടാ. വാട്സപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ട്. മോശമായിട്ടൊന്നും ഇട്ടില്ലല്ലോ. അവരങ്ങനെ എടുത്തില്ല, കാരണം ഈ ഈള പറച്ചില്ലേ ഉള്ളു. പിന്നെ ഇക്ക പേടിയുണ്ടല്ലോ, ഇക്ക നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുവോ ആ ഒരു പേടിയുണ്ട്. എനിക്ക് എപ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു സഹകരണ കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് എപ്പോഴും ഇക്ക ഉള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ ഒന്നും കുഴപ്പമില്ലാത്ത സീനില്ല. അവന്മാർക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. അതൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് ആണ് അമ്മമാരൊന്നും പറയത്തില്ല. അമ്മമാരല്ലാതുള്ള പറച്ചില്ലേ ഉള്ളു. പിന്നെ അവന്റെ ഒക്കെ സ്വഭാവം അറിയത്തില്ലേ, സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അവന്മാർ അവിടെ നിൽക്കും എടുക്കും. നിൽക്കുന്ന നിപ്പി ഇപ്പം സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ മതി. അപ്പൊ നിൽക്കുന്ന നിപ്പി വേണമെങ്കിൽ എടുത്തോളൂ അവന്മാർ. എടുക്കൂന്ന് അങ്ങനത്തെ പേടി തൂറിയുള്ള അവന്മാര്. എന്തായാലും ഞാൻ ഏതാ റെഡല്ലേ, റെഡ് ഓർഡർ ലൈസൻസ് ഞാൻ തന്നിട്ടുണ്ടല്ലോ. എത്ര മാസം കടന്ന് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ലൈസൻസ് കിട്ടിയത്. എനിക്ക് അങ്ങേര് പോലും തരാത്ത ഒരു സ്വർഗം നീ കാണിച്ചു തന്നില്ലേ പണ്ടപ്പോ. അങ്ങേര് പോലും തരാത്തൊരു സ്വർഗം നീ എനിക്ക് കാണിച്ചു തന്നില്ലേ. അതുകൊണ്ടല്ലേ എന്നെ അന്ന് ഞാൻ കിടന്ന് പറയാന്ന് കിട്ടിയോണ്ടല്ലേ. ആർക്കാ ഗുണമുള്ളത്? ഇത്തേക്കന്നല്ലേ ഒട്ടും ഗുണമുള്ളത്. അതെ. എന്നാ ഇത്ത വരുന്നത്? വരാറായോ? 2 മാസം. 2 മാസം കഴിഞ്ഞ് വരും. കുഴപ്പമില്ലടാ, നാട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങേര് അങ്ങോട്ടൊക്കെ പോകും. നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോന്നേ. പുറത്തോട്ടെ ഞാൻ കണ്ടില്ലല്ലേ. എന്തിനാ? ഞാൻ ഇവിടെ ടെറസിന്റെ വണ്ടിന്ന് നോക്കിയായിരുന്നു തന്നെ. അതല്ലേ പറഞ്ഞു, ഞാൻ വർക്കായിരുന്നു. ആദ്യത്തെ വർക്കുണ്ടായിരുന്നു.
അകത്ത് കുറച്ച് വർക്കുണ്ടായിരുന്നു ജോലി. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് കിടന്നപ്പോ കഴിച്ചിട്ട് വന്നിട്ട് കിടന്നപ്പോ അതായത് നിങ്ങൾ ഒന്ന് വിളിച്ചിട്ട് കിടക്കാം. ഉം. പിന്നെ ഇത് ഓർഡർ ചെയ്തിട്ട് വേണം ഇനിയിപ്പോ അത് വരുമ്പത്തേക്ക് എങ്ങനെ ഒരു 2 ദിവസം പിടിക്കും. അത് വേറെ അതനുസരിച്ച് നിനക്കെന്താ അത് അല്ല അത് നിനക്കെന്താ എന്റെ കൂടെ ചെയ്യാൻ വേണ്ടിട്ട് അത് ഇട്ടോണ്ട് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ അത് ഇട്ടോണ്ടല്ല ഇപ്പൊ അകത്തിട്ടിട്ടുണ്ട് ആദ്യം. എന്നിട്ട് നൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട്